നമസ്കാരം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഡിസംബർ 9 കോടതി വിശദമായ വാദം കേൾക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി ഇന്ന് പരിഗണിച്ചത്. കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച കാര്യങ്ങളാകരുത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ വാദിച്ചു. CBI അന്വേഷണം ഇല്ല എങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും കേസിൽ വേണം. പോലീസിന്റെ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം പേരിന് മാത്രമുള്ളതാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടി. കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച കാര്യങ്ങൾ മാത്രമാകരുത് എന്നും നവീന്റെ ഭാര്യ കോടതി മുമ്പാകെ പറഞ്ഞു. കേസ് പരിഗണിക്കവേ നവീൻ ബാബുവിൻ്റേത് കൊലപാതകമാണോ എന്നാണ് വാദിക്കുന്നത് എന്ന് കോടതി ചോദിച്ചു. ആത്മഹത്യയാണ് എന്ന നിലയിലാണല്ലോ അന്വേഷണമെന്നും കോടതി ചോദിച്ചു. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതി കേസ് അന്വേഷണത്തെ സ്വാധീനിക്കുമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അപ്പോൾ പ്രതി എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് കോടതി തിരികെ ചോദിച്ചു. പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല എന്നും നവീന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ ഇന്നലെ ഹർജി സമർപ്പിച്ചത്. ഇന്ന് കോടതി അതിവേഗം ഹർജി പരിഗണിക്കുകയും ചെയ്തു. നവീന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും CPM-ഉം ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. സർക്കാർ CBI അന്വേഷണം ശരിവെച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും. അല്ലാത്ത പക്ഷം നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന നിലപാട് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും ഉറപ്പ്. ഈ സാഹചര്യത്തിൽ പ്രതിയായ PP ദിവ്യക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുക്കം നടക്കുന്നതായാണ് സൂചന. P ശശിയുടെ ഇഷ്ടം പിടിച്ചുപറ്റി പാർട്ടിക്കുള്ളിൽ ക്ലച്ച് പിടിച്ച ദിവ്യ കലാലയ രാഷ്ട്രീയം മുതൽ ഇങ്ങോട്ട് ധാർഷ്ട്യത്തിന്റെ കൂമ്പാരമായിരുന്നുവെന്നാണ് പാർട്ടി അണികളുടെ തന്നെ അഭിപ്രായം. ശശിയെപ്പോലെ മുഖ്യമന്ത്രിയായ ഒരാളുടെ പിൻബലമുണ്ട് എന്നത് ദിവ്യയ്ക്ക് CPM-ൽ സ്ഥാനമാനങ്ങൾ ഊട്ടിയുറപ്പിക്കാനും അധികാര കേന്ദ്രമായി പടർന്നു പന്തലിക്കാനും കാരണമായി. എന്നാൽ ഇവിടെ നവീൻ ബാബുവിന്റെ മരണം ദിവ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പല രഹസ്യങ്ങളും പുറം ലോകത്തേക്ക് എത്തിച്ചു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളെ സേവിക്കുന്നതിന് പകരം തന്റെ സൗന്ദര്യ കാര്യങ്ങളിലും വസ്ത്രധാരണത്തിലും ഉൾപ്പെടെയുള്ള ആർഭാടത്തിലുമൊക്കെയായിരുന്നു ദിവ്യയുടെ ശ്രദ്ധ മുഴുവൻ. എന്നാൽ ഇപ്പോൾ നവീന്റെ മരണത്തിൽ ദിവ്യയ്ക്കും കളക്ടർക്കുമുള്ള പങ്ക് കൂടി വിളിച്ചു പറയുന്ന ഗീത IAS-ന്റെ റിപ്പോർട്ടിൽ ദിവ്യ എന്ന സഖാത്തിയുടെ അഴിമതിയുടെ ഞെട്ടിക്കുന്ന പല തെളിവുകളുമാണ് ഉള്ളത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ കളക്ടർ അരുൺ K. വിജയനെതിരെ ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഗീത IAS-നെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 കാര്യങ്ങൾ അന്വേഷിക്കാനായിരുന്നു ഗീതയെ ചുമതലപ്പെടുത്തിയത്. ADM-ന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തെല്ലാം, ADM-നെതിരായ ദിവ്യയുടെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ, NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയാണ് ഗീത IAS അന്വേഷിച്ചത്. തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ സത്യങ്ങളെല്ലാം തെല്ലും ഭയമില്ലാതെ പുറത്തുവിടാനുള്ള ചങ്കൂറ്റവും ഗീത IAS കാണിച്ചു. അതുകൊണ്ട് തന്നെ ഗീത CPM-ന്റെ പല ഉന്നതർക്കും ശത്രുസ്ഥാനത്തുമായി. എന്നാൽ ഗീതയുടെ അന്വേഷണത്തിൽ മറ്റു ചില രഹസ്യ വിവരങ്ങൾ കൂടി ലഭിച്ചിരുന്നു എന്നാണ് അറിയാനാവുന്നത്. അതായത് PP ദിവ്യയ്ക്കായി അന്ന് വേദിയൊരുക്കിയ കളക്ടറെ കുറിച്ചും ഗീതയുടെ അന്വേഷണത്തിൽ പല വിവരങ്ങളും ലഭിച്ചിരുന്നു. കളക്ടർ ദിവ്യ ബന്ധത്തിലെ കള്ളക്കളികളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾക്കും നേട്ടങ്ങൾക്കുമായി തന്റെ സൗന്ദര്യം ഒരു ടൂളാക്കി മാറ്റി വളർന്ന ദിവ്യയുടെ പല ദിവ്യ പ്രവൃത്തികളും പുറത്തെറിഞ്ഞാൽ മാനം പോകുമെന്നതാണ് ഇന്ന് പാർട്ടിക്കുള്ളിലെ തന്നെ അടക്കം പറച്ചിൽ. P ശശിയുടെ കാമുകി എന്ന വിശേഷണം പോലും പാർട്ടിയുടെ അന്തപുര കഥകളിൽ PP ദിവ്യയ്ക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് സഖാക്കളിൽ ചിലരുടെ അടക്കം പറച്ചിൽ. മാത്രമല്ല കളക്ടർ അരുൺ K. വിജയനും ദിവ്യയും തമ്മിലുള്ള ഒത്തുകളി നാടകങ്ങളും ഗീത IAS-ന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും വേണ്ടി ഭാര്യ മഞ്ജുഷ തന്റെ തഹസിൽദാർ പദവി പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് മുഴുവൻ സമയ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. മഞ്ജുഷയുടെ ഹർജിയിലെ വാദങ്ങൾ ഇങ്ങനെയാണ്. നവീൻ ബാബുവിന്റെ ഭാര്യയും തഹസിൽദാരുമായ K. മഞ്ജുഷ നൽകിയ ഹർജിയിൽ
നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കുന്നതായി കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. ADMന്റെ യാത്രയയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെയാണ് ക്യാമറമാനെയും കൂട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ എത്തിയത്. പ്രസംഗത്തിൽ നവീൻ ബാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് പുറം ലോകത്ത് പ്രചരിപ്പിച്ചത് മനഃപൂർവ്വമാണ്. മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ്. കൈക്കൂലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ പരാതി പോലും വ്യാജമാണ്. ADMന്റെ മരണത്തിന് ശേഷമാണ് തങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചത്. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ കണ്ടവർ ആരൊക്കെ എന്നതിൽ വിശദമായ അന്വേഷണം വേണം. കളക്ടറേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും ക്വാർട്ടേഴ്സിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണം. ആത്മഹത്യ എന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല. കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കുന്നു. ADMന്റെ മരണത്തിന് ശേഷം രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് നാളിതുവരേക്കും അന്വേഷണത്തിൽ കാര്യമായ യാതൊരു പുരോഗതിയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. CCTV അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലും സമാഹരിക്കുന്നില്ല. യഥാർത്ഥ പ്രതിയെ മറച്ചു പിടിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ വ്യഗ്രത എന്നും സംശയിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലെ വീഴ്ചയും മനഃപൂർവ്വമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലുമില്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നു എന്നും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കാനും CBI അന്വേഷണം തന്നെ വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്.